പ്രോഫിറ്റ് ആൻഡ് ലോസ് സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മറ്റൊരു രീതിയിലുള്ള പ്രോബ്ലംസിനെ പരിചയപ്പെടാം. ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള സംസ്. എന്താണ് ചോദ്യം? കോസ്റ്റ് പ്രൈസ് ഓഫ് 3 ആർട്ടിക്കിൾസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾസ്. ഫൈൻഡ് പെർസെൻറ്റേജ് ഓഫ് ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് തന്നിരിക്കുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ എഴുതാം. കോസ്റ്റ് പ്രൈസ് ഓഫ് 3 ആർട്ടിക്കിൾ, സി പി ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻറ്റു അല്ലേ, സി പി ഓഫ് 3 ആർട്ടിക്കിൾസ് വിച്ച് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾ. സെല്ലിംഗ് പ്രൈസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ആർട്ടിക്കിൾസ്. എസ് പി ഞാൻ എന്ത് ചെയ്യും? താഴത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എനിക്കിവിടെ എന്തായിട്ട് മാറും? സി പി ഡിവൈഡഡ് ബൈ എസ് പി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 2 ഡിവൈഡഡ് ബൈ 3 ആയിട്ട് മാറി. റേഷ്യോ കിട്ടിയല്ലോ. സി പി ഈസ് ടു എസ് പി എന്ന് പറയുന്നത് എന്താണ്? 2:3. സി പി എന്നാൽ വാങ്ങിയ വില, എസ് പി എന്നാൽ വിറ്റ വില. 2 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് 3 രൂപയ്ക്ക് വിൽക്കുന്നു. 2 രൂപയ്ക്ക് സാധനം വാങ്ങി 3 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവിടെ ലാഭമാണോ നഷ്ടമാണോ? ഒബ്വിയസ്ലി ലാഭമാണ്. എത്ര ലാഭം? 1 രൂപ ലാഭം. ലാഭം പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് നമ്മൾ ആരെ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആരെ വെച്ചിട്ടാണ്? കോസ്റ്റ് പ്രൈസിനെ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 2. 1/2 പെർസെൻറ്റേജ് ആണെങ്കിൽ ഇൻറ്റു 100. 1/2 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കത്തണം എത്രയാണ്? 50% ആണ്. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചോദിക്കുമ്പോൾ 1/2 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 100/2 50% എന്ന് എനിക്ക് കിട്ടും. റൈറ്റ്. ഒന്നെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, 3 ആർട്ടിക്കിളിൻ്റെ വില എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് അസ്യൂം ചെയ്യാം 1 രൂപയാണ് 3 ആർട്ടിക്കിളിൻ്റെ വില എങ്കിൽ 1 ആർട്ടിക്കിളിൻ്റെ വില എത്രയായിരിക്കും? 1 ആർട്ടിക്കിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എമൗണ്ട് 1 ഡിവൈഡഡ് ബൈ 3 ആണല്ലോ. 1 ഡിവൈഡഡ് ബൈ 3. സെല്ലിംഗ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾസ്, 2 ആർട്ടിക്കിൾ 1 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ ഒരു ആർട്ടിക്കിളിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 അല്ലേ? 1/3:1/2. ഇതിനെ ഞാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടും? 2:3. ഇവിടെ കിട്ടിയല്ലോ. ഇത് കോസ്റ്റ് പ്രൈസ് ആണ്, ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. റൈറ്റ്. ഇവിടെ സെയിം. കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് ആണ്. എത്രയാണ് പ്രോഫിറ്റ്? 3 - 2 1 ആണ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസിനെ വെച്ചിട്ടാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. 1/2 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 50% എന്ന് കിട്ടും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം സെയിം ആണ്. എങ്ങനെ ചെയ്യാം? ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. സി പി ഓഫ് 5 ആർട്ടിക്കിൾസ്, സി പി ഓഫ് 5 ആർട്ടിക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 4 ആർട്ടിക്കിൾ. എസ് പി താഴത്തേക്ക് വരും. സി പി മൈനസ് എസ് പി എന്ന് പറയുമ്പോൾ എസ് പി താഴത്തേക്ക് വന്നാൽ ബാക്കി അവിടെ 4 ഉണ്ടാവും. 4ൻ്റെ താഴത്തേക്ക് ആര് പോവും? ഈ 5 പോവും അല്ലേ? സോ കിട്ടിയല്ലോ. കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4:5. 4 രൂപയ്ക്ക് സാധനം വാങ്ങി, സെല്ലിംഗ് പ്രൈസ് 5 രൂപയ്ക്ക് വിറ്റു. ഇവിടെ ലാഭമാണോ നഷ്ടമാണോ? ഒബ്വിയസ്ലി ലാഭം. എത്ര ലാഭം? 1 രൂപ ലാഭം. ലാഭം ആരെ വെച്ചിട്ടാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ആരെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4. 1/4 ആണ് ഇവിടെ എന്ത്? ലാഭം എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 25%. റൈറ്റ്. അല്ലെങ്കിലോ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? 1 ആർട്ടിക്കിളിൻ്റെ വില അല്ലെങ്കിൽ 5 ആർട്ടിക്കിളിൻ്റെ വില 1 രൂപയാണെങ്കിൽ 1 ആർട്ടിക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 1/5 ആയിരിക്കും അല്ലേ? 1/5. സെല്ലിംഗ് പ്രൈസ് 2 ആർട്ടിക്കിൾസ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾസ്. സോറി, ക്വസ്റ്റ്യൻ മാറിയോ? ഓക്കെ, ഹിയർ കോസ്റ്റ് പ്രൈസ് ഓഫ് 5 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/5. 5 ആർട്ടിക്കിളിൻ്റെ വില 1 രൂപയാണെങ്കിൽ 1ൻ്റെ വില 1/5. 1 രൂപയ്ക്ക് 4 ആർട്ടിക്കിൾ വിൽക്കുമ്പോൾ 1/4 എന്ന് എനിക്ക് എന്ത് കിട്ടും? വാല്യൂ കിട്ടും. സോ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4:5 എന്ന് എനിക്ക് എന്ത് കിട്ടും? സി പി ഈസ് ഈക്വൽ ടു എസ് പി കിട്ടും. ലാഭം 1, കോസ്റ്റ് പ്രൈസ് 4 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 25%. ഈസി 1. റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടൈപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.